സുശീല, നിങ്ങൾക്കൊന്നടങ്ങിയിരുന്നൂടെ? മനിഷ. ബാലചന്ദ്രൻ. വല്യച്ഛനെ തന്നെ കുറ്റം പറയണ്ട. ഞാനൊരു വാശിയുടെ പുറത്ത്. ആയിഷ്മ. എന്താ ഇതൊക്കെ? സുശീലയുടെ പുറകിൽ നിന്നാണ് ആയിഷ്മ ചോദിച്ചത്. ബാലചന്ദ്രൻ. ഒന്ന് കയറിപ്പോടി. സോറി, ഞാനൊരു ആവേശത്തിൻ്റെ പുറത്ത്. സോമരാജ്. സാരമില്ലടാ. ബാലചന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നു. അമ്പിളിയമ്മാവൻ മാനത്ത് സ്ഥാനം പിടിച്ചു. സുശീല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ മോടെ കാര്യ. ബാലചന്ദ്രൻ. അതിനിവളെ കല്യാണം കഴിപ്പിക്കാറൊക്കെ ആയോ? ആയോടി മേനെ. മേനെ നാണിച്ച അകത്തേക്ക് ഓടിപ്പോകുന്നു. ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ. എന്നാ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ? സുശീല. നല്ല ചെക്കന. നിങ്ങൾ പോയി തിരക്കിയിട്ട് വാ. പരസ്പരമെല്ലാം അറിയണ്ടേ. സൂര്യൻ മാനത്ത് സ്ഥാനം പിടിച്ചു. ബാലചന്ദ്രൻ. വല്യച്ഛൻ എങ്ങോട്ടാ? സോമരാജ്. എൻ്റെ മോടെ കാര്യത്തിന്. ബാലചന്ദ്രൻ. ഞാനും വരുന്നുണ്ട്. സോമരാജ്. ഞാൻ വരുന്നു. ബാലചന്ദ്രൻ റെഡിയാകുന്നു. ആയിഷ്മ. എവിടെ പോവാ? ബാലചന്ദ്രൻ. വല്യച്ഛൻ്റെ കൂടെ. ചെക്കൻ്റെ വീട്ടിൽ. പരസ്പരം കാണാൻ. ആയിഷ്മ. എന്തിനാ ഏട്ടൻ പോകുന്നേ? ബാലചന്ദ്രൻ. എന്താ? ആയിഷ്മ ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു. ബാലചന്ദ്രനും ആയിഷ്മയെ നോക്കി ഒരു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. സോമരാജ്. എവിടെയായിരുന്നു നീ? ബാലചന്ദ്രനോട് ചോദിച്ചു. സോമരാജ് ബാലചന്ദ്രനും നടന്നകന്നു. ആയിഷ്മ. ആയിഷ്മ ഇമ വെട്ടാതെ നോക്കി നിൽക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്തുണ്ടായിരിക്കുന്നതായിരിക്കും. ടാറ്റ.